നമസ്കാരം. ഏഥറിന്റെ ഏറ്റവും പുതിയ EL പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളിലെ ആദ്യത്തെ മോഡലായ കൊണാർക്ക് ഈ മാസം, അതായത് 2026 ഓഗസ്റ്റ് 29-നാണ് ലോഞ്ച് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ലോഞ്ചിന് മുന്നേ തന്നെ ഈ വണ്ടിയുടെ പല കാര്യങ്ങളും ലീക്കായിരിക്കുകയാണ്. ടീം BHP ആണ് ഈ കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. EL പ്ലാറ്റ്ഫോമിന് വേണ്ടി സ്കെയിലബിൾ ബാറ്ററി ആർക്കിടെക്ചറാണ് ഏത്തർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ബെഡ്റോക്ക് ബാറ്ററി എന്നാണ് ഇതിന്റെ പേര് കേട്ടോ. മൾട്ടിപ്പിൾ കപ്പാസിറ്റി കോൺഫിഗറേഷൻ ഇത് സപ്പോർട്ട് ചെയ്യും. അതായത് ഈ ഒരു ബാറ്ററി പാക്കിൽ IDC റേഞ്ച് 100 കിലോമീറ്റർ മുതൽ 200 കിലോമീറ്റർ വരെ ലഭിക്കുന്ന രീതിയിൽ സ്കെയിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാൻ ലീക്കായ പ്രധാനപ്പെട്ട ചില സ്പെക്കുകൾ പറയാം. ഒരു അഫോർഡബിൾ ആയിട്ടുള്ള മാസ് മാർക്കറ്റ് ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടർ എന്ന രീതിയിലാണ് ഏഥർ ഈ ഒരു കൊണാർക്ക് എന്ന മോഡലിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 6 വേരിയന്റുകളിലായിരിക്കും കൊണാർക്ക് ഇറങ്ങുന്നത്. 4 S സീരീസും അതുപോലെ തന്നെ 2 Q സീരീസും. ഈ S സീരീസിൽ വരുന്നത് എൻട്രി മിഡ് വേരിയന്റുകളാണ്. അതേപോലെ തന്നെ Q സീരീസിൽ പ്രീമിയം ഹൈ സ്പെക് വേരിയന്റുകളാണ് വരുന്നത്. ഈ S സീരീസിൽ SR1, SR2, SR3, SR4 എന്നീ 4 വേരിയന്റുകളും പിന്നെ Q സീരീസിൽ QR2, QR3 എന്നീ 2 വേരിയന്റുകളുമാണ് ഉള്ളത്. ഈ 6 എന്ന് പറയുന്നത് ഒരുപക്ഷെ റേഞ്ച് എന്നായിരിക്കും ഏത്തർ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ S എന്താണെന്നും Q എന്താണെന്നും എന്നതിനെ കുറിച്ചൊരു വ്യക്തത നമുക്ക് ലഭിച്ചിട്ടില്ല. അതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. 2 kWh മുതൽ 5 kWh വരെയുള്ള LFP കെമിസ്ട്രിയിൽ വരുന്ന ലിഥിയം അയൺ ബാറ്ററികളാണ് ഇവരിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് NMC കെമിസ്ട്രിയിൽ വരുന്ന ബാറ്ററികളെ അപേക്ഷിച്ച് തീ പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. IDC റേഞ്ച് 100 കിലോമീറ്റർ, 125 കിലോമീറ്റർ, 160 കിലോമീറ്റർ പിന്നെ 200 കിലോമീറ്ററുമാണ് ഈ 6 വേരിയന്റുകളിൽ ഇവർ നൽകിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഏതെങ്കിലും 2 വേരിയന്റുകളിൽ ഒരേ റേഞ്ച് തന്നെയായിരിക്കും. ആ 2 വേരിയന്റുകളിൽ കാര്യമായ മാറ്റം ഉണ്ടാവുന്നത് സ്മാർട്ട് ഫീച്ചേഴ്സിലായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ IDC റേഞ്ചിൽ നിന്നും ഒരു 30% കുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഏകദേശം നമ്മുടെ ട്രൂ റേഞ്ച് എന്നാണ് ഒരു ഏവറേജ് മോട്ടോർ പെർഫോമൻസിൽ നിന്നും ലഭിക്കുക എന്നാണ് ഇത്രയും കാലത്തെ റേഞ്ച് ടെസ്റ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ 100 കിലോമീറ്റർ IDC റേഞ്ച് ലഭിക്കുമെന്ന് ഇവർ പറഞ്ഞിരിക്കുന്ന ബേസ് വേരിയന്റിൽ നിന്നും ഏകദേശം നമുക്കൊരു 70 കിലോമീറ്റർ റേഞ്ചും 125 കിലോമീറ്റർ പറഞ്ഞ അടുത്ത വേരിയന്റിന് ഏകദേശം ഒരു 90 കിലോമീറ്ററിനടുത്ത് റേഞ്ചും 160 കിലോമീറ്റർ പറഞ്ഞ തൊട്ടടുത്ത വേരിയന്റിന് ഒരു 110 കിലോമീറ്ററിനടുത്ത് റേഞ്ചും അതേപോലെ 200 കിലോമീറ്റർ പറഞ്ഞ ടോപ്പ് എൻഡ് വേരിയന്റിന് ഏകദേശം ഒരു 140 കിലോമീറ്ററിനടുത്ത് റേഞ്ചും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വേരിയന്റുകളുടെ മോട്ടോർ പവർ എത്രയായിരിക്കും എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഏഥർ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്ന മിഡ് ബെൽറ്റ് ഡ്രൈവ് മോട്ടോർ ആയിരിക്കില്ല EL പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന ഈ വണ്ടികൾക്ക്. കൊണാർക്കിൽ PMS സൈഡ് മൗണ്ടഡ് മോട്ടോറാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. വണ്ടിയുടെ സ്വിംഗാമിലാണ് ഈ മോട്ടോർ ഘടിപ്പിച്ചിരിക്കുന്നത്. ഹീറോ മോട്ടോകോർ വിഡയുടേതുപോലെ. അതേപോലെ ചേതക്കിന്റെ പല മോഡലുകളിലും ഈ മോട്ടോർ ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഏഥറിന്റെ നിലവിലുള്ള ഏത് വണ്ടി പോകുമ്പോഴും ഒരു മൂളൽ ശബ്ദം ഉണ്ടാവാറുണ്ടായിരുന്നു. വണ്ടി കണ്ടില്ലെങ്കിലും ശബ്ദം കേട്ടാൽ നമുക്ക് അറിയാമായിരുന്നു അത് ഏഥർ ആണെന്ന്. അവരുടെ സിഗ്നേച്ചർ സൗണ്ട്. പക്ഷേ EL പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന വണ്ടികളെല്ലാം സൈലന്റ് ആയിരിക്കും, ശബ്ദം ഇല്ല. അതേപോലെ സ്വിംഗ് ആം മോട്ടോറിന് ബെൽറ്റും പുള്ളിയും ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ മെയിന്റനൻസ് നല്ല രീതിയിൽ കുറയും. അതോടൊപ്പം തന്നെ വണ്ടിയുടെ മൊത്തം വിലയിലും കുറവുണ്ടാവും. അത് മാത്രമല്ല, ഈ വണ്ടികൾക്ക് സർവീസ് വർഷത്തിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. 1 വർഷം അല്ലെങ്കിൽ 10,000 കിലോമീറ്റേഴ്സ്, അതിൽ ഏതാണോ ആദ്യം വരുന്നത് അത്. ഏഥറിന്റെ 450 സീരീസിലും റിസ്തയിലും നമ്മൾ ഓരോ 5000 കിലോമീറ്റേഴ്സിലും സർവീസ് ചെയ്യണമായിരുന്നു. ആ ഒരു കാര്യത്തിൽ ഏഥർ കൊണാർക്കിൽ കാശും ലാഭം, സമയവും മെനക്കെടും ലാഭം അല്ലെ. അതേപോലെ ഇതിൽ ബിൽഡ് ഇൻ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചാർജറും തൂക്കി നടക്കേണ്ട കാര്യമില്ല. അണ്ടർ സീറ്റ് സ്റ്റോറേജിൽ ചാർജർ വെച്ച് അത്രയും സ്ഥലം കളയുകയും വേണ്ട. 450 വാട്ട്സിന്റെ ചാർജറാണ് വണ്ടിയുടെ കൂടെ വരുന്നത്. ഇതിലെ എക്സ്റ്റൻഷൻ വയർ നമുക്ക് ഉപയോഗിച്ച് പ്ലഗ് ഇൻ ചെയ്യാം. ഈ എക്സ്റ്റൻഷൻ വയറിന്റെ ലെങ്ത് എത്ര ഉണ്ടാവും എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഇവർ ഓപ്ഷണൽ ആയിട്ട് 450 വാട്ട്സിന്റെ എക്സ്റ്റേണൽ ചാർജറും നൽകുന്നുണ്ട്. അതിന് പക്ഷേ നമ്മൾ എക്സ്ട്രാ കാശ് നൽകേണ്ടി വരും. ഈ 2 ചാർജറും കൂടി കമ്പൈൻ ചെയ്ത് 900 വാട്ട്സിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാനും സാധിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് 0 മുതൽ 80% ചാർജ് ചെയ്യാൻ 2 മണിക്കൂർ മതിയാവും. പിന്നെ ഇവരുടെ റോഡ് സൈഡ് ഫാസ്റ്റ് ചാർജിങ് ഗ്രിഡുകളിൽ നിന്നും ഇതിലും പെട്ടെന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവർ എയർ വാക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു പുതിയ സ്മാർട്ട് ഫീച്ചർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മോട്ടോർ പവേർഡ് വാക്കിംഗ് അസിസ്റ്റൻസ് ആണ്. അതായത് നമ്മൾ വണ്ടി ഉന്തി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള പവർ നൽകി മോട്ടോറും നമ്മളെ സഹായിക്കും. എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി പിടിച്ച് നടക്കുന്ന സമയത്ത് വണ്ടിയുടെ ഹാൻഡിൽ പിടിച്ച് വണ്ടിയുടെ ആ കൺട്രോൾ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. വണ്ടി തള്ളുന്ന കാര്യം മോട്ടോർ നോക്കിയോളും. നല്ലൊരു ഫീച്ചർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ വണ്ടി പഞ്ചറായിട്ട് തള്ളിക്കൊണ്ടു പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പവർ കൊടുക്കേണ്ടി വരും ടയറിൽ കാറ്റില്ലെങ്കിൽ. ആ സമയത്ത് ഇത് ഒരുപാട് ഉപകാരപ്പെടും.
അതേപോലെ സ്റ്റാൻഡേർഡ് ടെക്കോട് കൂടിയ സെഗ്മെന്റൽ LCD സ്ക്രീൻ ആയിരിക്കും എസ് സീരീസിൽ വരിക എന്നാണ് അറിയാൻ സാധിച്ചത്. Q സീരീസിൽ വരുന്നത് പ്രീമിയം കണക്റ്റഡ് സ്യൂട്ട്സോട് കൂടിയ ഫുള്ളി ഡിജിറ്റൽ സ്ക്രീൻ ആയിരിക്കും. ഏത്തർ കൊണാർക്ക് വേരിയന്റുകളുടെ പ്രതീക്ഷിക്കുന്ന വിലയെക്കുറിച്ചും റിപ്പോർട്ടുകളുണ്ട്. എക്സ് ഷോറൂം വില 90,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയായിരിക്കും എസ് സീരീസുകളുടെ വിലയെന്നും 1.25 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെയായിരിക്കും Q സീരീസുകളുടെ വിലയെന്നുമാണ് പറയുന്നത്. എന്തായാലും ബജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും ഏത്തർ കൊണാർക്കിന്റെ ബേസ് മിഡ് വേരിയന്റുകൾ എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. കാരണം വണ്ടിക്ക് വില കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇവർ ഈ വണ്ടിയുടെ നിർമ്മാണത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രധാനമായും മോട്ടോർ മാറ്റിയ കാര്യം തന്നെ. പിന്നെ ബേസ് വേരിയന്റുകൾക്ക് ബാറ്ററി കപ്പാസിറ്റിയും കുറവാണല്ലോ. ഒരു ദിവസം 50 അല്ലെങ്കിൽ 60 കിലോമീറ്ററിൽ താഴെ ഓട്ടമുള്ളവർക്ക് ബേസ് അല്ലെങ്കിൽ മിഡ് വേരിയന്റുകൾ ധാരാളം മതിയാവും അല്ലേ. ഇനിയിപ്പോ കുറച്ചുകൂടി റേഞ്ച് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അത്യാവശ്യം ഫാസ്റ്റ് ചാർജിംഗ് ഗ്രിഡ് എല്ലാ ഇടങ്ങളിലും ഉണ്ട്. പിന്നിലെ ടയറിനോട് ചേർന്നുകൊണ്ടാണ് ബോഡി ഇരിക്കുന്നത്, സാധാരണ സ്കൂട്ടറുകളെ പോലെ. അതുകൊണ്ട് തന്നെ 450 സീരീസിലെ ചെളി തെറിക്കുന്ന പ്രശ്നം ഈ വണ്ടിക്ക് ഉണ്ടാവില്ല. പിന്നെ പലർക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഏത്തറിന്റെ ആ ഒരു സിഗ്നേച്ചർ സൗണ്ട്, ആ ഒരു മൂളുന്ന ശബ്ദം, അത് ഇഷ്ടമില്ലെന്നും അത് വേണ്ടായിരുന്നെന്നും കേൾക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും ഇനി ആ ശബ്ദം ഇല്ല. പിന്നെ നമ്മൾ ചാർജറുമായി നടക്കേണ്ട കാര്യമില്ല. മെയിൻ്റനൻസ് നല്ല രീതിയിൽ കുറഞ്ഞു. എല്ലാത്തിനും പുറമെ എക്സ് ഷോറൂം വില 1 ലക്ഷത്തിന് താഴെ വണ്ടി ലഭിക്കുന്നു. സംഭവം എല്ലാം ശരി തന്നെ, പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏത്തറിന്റെ സർവീസ് ഇപ്പൊ പഴയ പോലെയല്ല, കുറച്ച് മോശമായി തുടങ്ങിയെന്നും സർവീസ് ഡിലേ ഉള്ള കാര്യമൊക്കെ ഇപ്പൊ ഏത്തറിന്റെ കസ്റ്റമേഴ്സ് തന്നെ പറയുന്ന കാര്യങ്ങളാണ്. ഈ കൊണാർക്ക് ഇറങ്ങുന്നതോടുകൂടി തന്നെ നല്ല രീതിയിൽ ഏത്തറിന്റെ വിൽപ്പന കൂടുകയും അടുത്ത കുറച്ച് മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ 2027 വിൽപ്പനയിൽ ഏത്തർ 1ാം സ്ഥാനത്തെത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതിപ്പോ ഏത് കമ്പനിയാണെങ്കിലും കൂടുതൽ വണ്ടികൾ വിൽപ്പന നടത്തുന്ന സമയത്ത് അതിനനുസരിച്ച് കൂടുതൽ വണ്ടികൾ തിരിച്ച് സർവീസിന് വരുമെന്നുള്ളൊരു കാര്യവും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനനുസരിച്ച് കൂടുതൽ സർവീസ് സെന്ററുകളും മാൻ പവറും വേണം. ഇല്ലെങ്കിൽ സർവീസ് ഡിലേ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഉണ്ടാവാനേ സാധ്യതയുള്ളൂ. ഓലയ്ക്ക് സംഭവിച്ചതുപോലെ ഒരിക്കലും ഏത്തറിന് സംഭവിക്കില്ല എന്ന് കരുതുന്നു. ഏത്തറിന് എല്ലായിടങ്ങളിലും ഏജൻസി ആയതുകൊണ്ട് തന്നെ പുതിയ സർവീസ് സെന്ററുകൾ തുറക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.